Hello friends, it's me Rizwan. അപ്പം ടോപ്പ് 5ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ വേറൊന്നുമല്ല, നമ്മളെ പാവത്തുങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു JBL സ്പീക്കറായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഗൈസ്, ആദ്യമേ തന്നെ പറയാം, ഇത് ഒറിജിനൽ JBL ഒന്നും അല്ല ഗൈസ്, ഒരു ഫസ്റ്റ് കോപ്പി സാധനം എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി സ്പീക്കറായിട്ടാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കും ഒക്കെ നമ്മളിത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ആദ്യമേ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടി അങ്ങ് പൊട്ടിച്ചേക്കാം. ഓക്കെ ഗൈസ്, സത്യം പറഞ്ഞാൽ എനിക്കിത് കിട്ടിയിട്ട് 2 ദിവസമായി. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് വീഡിയോ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പാക്ക് പൊട്ടിച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് സംഭവം എടുക്കുമ്പോൾ നമ്മുടെ JBLൻ്റെ ഫേക്ക് സ്പീക്കറാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ പാക്കിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നും കൂടി നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്കിത് ക്യാരി ചെയ്യാൻ ഒരു സ്ട്രാപ്പൊക്കെ തരുന്നുണ്ട്, അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്കിതിലൊരു മാനുവൽ, ഇത് ഉഡായ്പ മാനുവലാണ്. ശരിക്കും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ സ്പീക്കറിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇത് ഒറിജിനൽ സാധനത്തിൻ്റെ കോപ്പി എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് മാത്രമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഓക്സ് കേബിൾ വരുന്നുണ്ട്. എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കൂടെയൊക്കെ കിട്ടുന്നൊരു ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മുടെ USB ചാർജിങ് കേബിൾ. ഓക്കെ, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ടൈപ്പ് സംഭവമാണ്, എങ്കിലും ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്പീക്കറിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഇങ്ങനെ തുറക്കുകയാണ് ഗൈസ്. ഓ, നമ്മുടെ ഒറിജിനൽ JBL സ്പീക്കർ തോറ്റു പോകുന്ന ടൈപ്പ് ഡിസൈനിലാണ് ഇവർ ഇത് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരു JBL Xtreamൻ്റെ മോഡലാക്കിയാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ JBL സിമ്പിളൊന്നും ഇല്ല, അതൊക്കെ അവരെടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇവിടെ സൈഡിൽ കണ്ടറിയാം, ഒരു ലോക്കൽ പാസീവ് റേഡിയേറ്ററൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഗായ്സ്, ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് അത് അടിപൊളിയാണ്. കാരണം ഞാൻ ഇത് 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പീക്കറും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്, ഒറിജിനൽ JBL സ്പീക്കറിൻ്റെ പോലെ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് കൺട്രോൾ ബട്ടൺസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി 5 ഇൻഡിക്കേറ്റർ പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ 4 കാണിക്കുന്നുള്ളൂ, അപ്പം 20% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഡോട്ട് കത്താത്തത്. ഓക്കെ, അപ്പം 4 ഇപ്പം ഉണ്ട് ഓൾറെഡി. ഇനി ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഓവറോൾ ലുക്കിലോട്ടൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, ഈ എന്ന് എഴുതിയിരിക്കുന്നതാണ് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്ന ഒരു ബട്ടൺ. പിന്നെ നമുക്കിവിടെ പ്ലസ് മൈനസ് ബട്ടണൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, വോളിയം കൂട്ടാനും കുറക്കാനും. അതുപോലെ തന്നെ നെക്സ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബട്ടണിൽ വരുന്നത്. പിന്നെ നമുക്കൊരു പവർ ബട്ടണും പിന്നെ മോഡ് ചേഞ്ച് ചെയ്യുന്ന ബട്ടണും നമുക്കിവിടെ കാണാം. ആ ഒരു മോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് USB ഓക്സിലറി FM അങ്ങനത്തെ കാര്യത്തിലോട്ടൊക്കെ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ നമുക്ക് 2 പാസീവ് റേഡിയേറ്ററിൻ്റെ സൈഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഒറിജിനൽ JBL ലുക്കൊക്കെ ഇതിൽ തരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ഐക്കണും കാര്യങ്ങളൊന്നും ഇവർ തന്നിട്ടില്ല, കാരണം ഇത് ഒറിജിനൽ JBL അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ താഴത്തെ ഇൻഡിക്കേറ്റർ ബട്ടണും അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ JBL പോലെ തന്നെയാണ് ഇതിലും തന്നിരിക്കുന്നത്. ഇതിൻ്റെ USB ഓക്സ് ചാർജിങ് ഇതൊക്കെ ഈ ഒരു സിബിൻ്റെ ആ ഒരു അകം തുറന്നു കഴിഞ്ഞാലേ നമുക്കൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ അകത്ത് ഒരു ചാർജിങ്ങിൻ്റെ ഒരു മൈക്രോ USB പോർട്ട്, പിന്നെ ഒരു USB പോർട്ട്, ഓക്സിലറി, അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡിൻ്റെ ഒരു സ്ലോട്ടുമാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്ര ഫങ്ഷൻസാണ് നമുക്ക് ഈ ഒരു ഇൻറ്റീരിയറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലൂടൂത്ത് വേണേൽ ബ്ലൂടൂത്ത്, USB വേണേൽ അങ്ങനെ, ഓക്സിലറി വേണേൽ അങ്ങനെ. ഓക്കെ, പിന്നെ നല്ല അടിപൊളി ബേസ് റേഡിയേറ്ററൊക്കെ ഉണ്ട്. ഒരു ഓവറോൾ JBL ലുക്കാണിത് ഗായ്സ്. പിന്നെ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1149 രൂപയാണ് ഗായ്സ്. അപ്പം ഞാനത് വാങ്ങിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 20 വാട്ട്സ് RMS പവറാണ് ഗായ്സ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ 3300 mAh ബാറ്ററി ഉണ്ട്. ഏകദേശം ഒരു 6-7 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ഇതിൽ പ്ലേ ചെയ്യാവുന്നതാണ്. വീട്ടിലൊരു ഹാളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സൗണ്ടാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഓക്കെ, ഒരു വലിയ ഹാളിൽ വരെ നമുക്കിത് വെച്ച് നമുക്ക് പാട്ട് കേൾക്കാവുന്നതാണ്. ഒരു സൗണ്ട് ക്വാളിറ്റി കുറവില്ല, നല്ല ബെസ്റ്റ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഗായ്സ് ഇത്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ്, ഒരു JBL കിടിലൻ ലുക്കായിട്ട്.
ഗൈസ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഒരു സ്ട്രാപ്പിന്റെ കാര്യം. അപ്പോൾ ഗൈസ് ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയൊരു ക്ലിപ്പ് പോലത്തെ സംഭവം തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പീക്കറിന്റെ ഇവിടുത്തെ ക്ലിപ്പിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഘടിപ്പിച്ചിടണം നൈസായിട്ട്. ഓക്കെ ഓക്കെ, അത് ഇതുപോലെ രണ്ടിടത്ത് നമ്മൾ ഘടിപ്പിച്ചിട്ട് കഴിയുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രാവലിങ്ങിന് പോകുമ്പോൾ തൂക്കിയിടാൻ വളരെ ഉപകാരമായിരിക്കും. സ്ട്രാപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ലെങ്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇത് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ടൊക്കെ അങ്ങ് പോകാനാണ്, പാട്ടൊക്കെ കേട്ട് അടിപൊളി വൈബായിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഒരു ബഡ്ജറ്റിൽ പറ്റിയ ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഗൈസ്. ഒറ്റ ലുക്കിൽ JBL ഇതാണെങ്കിലും സംഭവം ലോക്കലാണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഈ ഒരു പാസി റേഡിയേറ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സംഭവം ഉടായ്പാണെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വർക്കൊക്കെ നോക്കണം. അപ്പം ഇനി നമുക്ക് വർക്കിലോട്ട് കടക്കാം. യെസ്, അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ ഓണാക്കാൻ പോവാണ്. അപ്പോൾ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് നെക്കി പിടിച്ചാൽ മാത്രം മതി. യെസ്, അപ്പോൾ ഗൈസ് ഒറിജിനൽ JBL സ്പീക്കർ എങ്ങനെയാണ് ഓൺ ആകുന്നത് അതേ ഒരു ഇൻഡിക്കേറ്റിംഗ് സൗണ്ടുമായിട്ടാണ് ഇത് ഓൺ ആകുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ബ്ലൂടൂത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നെയിം ചെയ്യുന്നത് എക്സ്ട്രീം എന്നും പറഞ്ഞാണ്. ഓക്കെ, ഇത് കാരണം ഇത് JBL ഒറിജിനൽ എക്സ്ട്രീമിൻ്റെ ഒരു കോപ്പി ആയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്തിൽ റീഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം എക്സ്ട്രീം എന്ന്. യെസ്, അപ്പം കണക്റ്റിംഗ് സൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണുമായിട്ട് ഇത് കണക്റ്റ് ആയി കഴിഞ്ഞു. ഗൈസ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സോങ് പ്ലേ ചെയ്തൊന്ന് നോക്കാം. അപ്പൊ ഗൈസ് ഇതൊരു മീഡിയം വോളത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഗൈസ് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്ന് കിട്ടുന്നത്. കാരണം 20 വാട്ട്സ് RMS പവർ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ചെന്ന് വാങ്ങിച്ചാൽ മതി. ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുകിട്ടാം. അതുവരേക്കും ബൈ.